എന്തു പറ്റിയടോ? സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വാഹനവും ഒരിക്കൽ നിന്നു പോകും. കുറെ നാളായില്ലടോ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. വാഹനം ഉപേക്ഷിച്ച് നമ്മളെല്ലാം ഒരിക്കൽ മടങ്ങിയേ മതിയാവും. എല്ലാ തെറ്റുകൾക്കും ശരികൾക്കും അപ്പുറം നമ്മെ കാത്തിരിക്കുന്ന ഒരു സത്യമുണ്ടോ? ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? എപ്പോഴും ഞാൻ പറയുന്നതാ, ദൂരെ യാത്ര പോകുമ്പോ ഈ കാർ എടുക്കരുതെന്ന്. എന്നും ഇതിങ്ങനെയാ. ശ്യാമയോട് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ, ഈ കാറിലിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മടിത്തട്ടിൽ അഭയം പ്രാപിച്ചുറങ്ങുന്നൊരു പൈതലിനെ പോലെ ആവും ഞാൻ. ഈ കാറ് വാങ്ങി തന്നിട്ട് അമ്മ പറഞ്ഞു എപ്പോഴും ഇത് കൂടെ ഉണ്ടാവണമെന്ന്. ആവശ്യത്തിന് ആരെ വിളിച്ചാലും എല്ലാരും തിരക്കിലായിരിക്കും. ആ ഡാനിയും വിമലും സ്ഥലത്തില്ലാത്തതിന്റെ വിഷമം നന്നേ അറിയുന്നുണ്ട്. താനെന്തിനാടോ ഇതെല്ലാരോടും വിളിച്ച് പറയുന്നത്? അങ്ങനൊന്നും പോവില്ലടോ, താൻ പേടിക്കണ്ട. പിന്നെ അവനൊരിക്കലും ഇതറിയരുത്. അവനറിഞ്ഞ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയമായത്. ആമേ, എന്ത് സംഭവിച്ചാലും നാളെ അവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടേ അവനെ നീ ഇതൊക്കെ അറിയിക്കാവൂ. കേട്ടോ? പതുക്കെ. മാതൃത്വം ഭൂമിയിലെ ഏറ്റവും പവിത്രമായ വാക്കാണ്. കവികളും ഋഷികളും ഏതാണ്ട് എല്ലാ പേരും അമ്മയെക്കുറിച്ച് ഏറെ പറഞ്ഞു വച്ചിരിക്കുന്നു. എന്നാൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചൊരു പവിഴം പോലെ സ്നേഹം ഒളിപ്പിച്ചു വെച്ചൊരാളുണ്ട്, പിതാവ്. എൻ്റെ കുഞ്ഞുനാളിലും ഏറെ സുരക്ഷിത ബോധത്തോടെ അഭിമാനത്തോടെ എനിക്ക് നേരെ നീട്ടിയ വിരൽത്തുമ്പുകൾ, സ്വയം ഉരുകിത്തീർന്ന് കുടുംബത്തിനായി പ്രകാശം പരത്തുന്ന മെഴുകുതിരി നാളമാണെന്നും അച്ഛൻ. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായൊരു സമയത്ത് എൻ്റെ അച്ഛനും സ്വയം അവതാരമായി മാറി. സ്വന്തം മകൻ്റെ ഇരുൾ മൂടിയ ഭാവിയെ തിരുത്തി എഴുതിയ അവതാരം. തോമസ് ആൽവ എഡിസന്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ? വിമലേ, നമുക്കിത് വല്ല പശയുടെ മേലെ കെട്ടിവെച്ച് പറത്തിയാലോ? ചുമ്മാ ഒരാളുടെ ക്രിയേറ്റിവിറ്റിയെ കളിയാക്കുന്നു. മക്കളെ, നീ പേടിക്കണ്ട, ഇത് ഇപ്പൊ പറത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി വരുന്ന വർഷങ്ങളിലും അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടല്ലോ, അപ്പൊ ഏതെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് പറത്താം. ഇവരുടെ പ്രണയം ഇതുവരെ തീർന്നില്ലേ?
ശ്യാമേ, ഇത്രയധികം വിവാഹ വാർഷികങ്ങൾ കടന്നുപോയത് സത്യത്തിൽ ഞാൻ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഇത്തവണ നീ എന്നെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്തായിരുന്നു അത്? അറിയില്ല, ഇത്തവണ ഈ ദിവസം ഇങ്ങനെ ഒരുപാട് സമയം ഇവിടെ നിൽക്കണമെന്ന് തോന്നി. നീ ഇപ്പോഴും എൻ്റെ ആ പഴയ കുസൃതിക്കാരിയായ പെണ്ണ് തന്നെ. ഹോസ്പിറ്റൽ മുറി മണിയറയാക്കി എൻ്റെ ഈ ആപ്പിൾ മുന്തിരിയൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ വെറുതെ ഇവിടെ ഇരിക്കേ ഉള്ളൂ, ഞാൻ തന്നെ തിന്നണം. പൂവിൻ്റെ ആവശ്യമില്ല. പഴം വേണോടെ? എന്ത് നുഴു മറിക്കാം. എന്തോന്ന്? നിലം നിലം. നീ ഒന്ന് പോയേ. എന്റെ എന്തുവാണ് ഇത് കാണിക്കുന്നത്? നീ ഇവനെ വിളിച്ചോണ്ട് പോയേ. എന്റെ സ്വപ്നമല്ലല്ലോ, നിന്റെ സ്വപ്നമല്ലേ. തിടുക്കായി തിടുക്കായി. അതൊക്കെ correct തന്നെ. നീ ഒന്ന് പോയേ. ഇനി നമ്മൾ വേണ്ട. വലിയ ശല്യം. മേഘം വാനിൽ ചായുന്നു, നീഹാരാംബരമഴിയുന്നു, അലസസമീരനിൽ തരളിതമാമൊരു സുധാംശുവായി നീയൊഴുകുന്നു. ഈ നിലാവിലോർമകൾ പൊഴിയുന്നു. മേഘം വാനിൽ ചായുന്നു. സഖി നിൻമിഴിയിൽ നിറയും നീർത്തുള്ളി വികാരസാഗരമായുണർന്നു. ആഹാ ആഹാ ഓഹോ സഖി നിൻമിഴിയിൽ നിറയും നീർത്തുള്ളി വികാരസാഗരമായുണർന്നു. യദുകുലസന്ധ്യാവിജനവനത്തിൽ മകരനിലാവിൻ തെളിനീരലയിൽ മരാളമിഥുനങ്ങളായിരുന്നു നാം. സ്വയം മറന്നവരായിരുന്നു. മേഘം വാനിൽ ചായുന്നു. കരളിൽ നീറും പ്രണയോന്മാദങ്ങൾ കെടാതെ നെയ്ത്തിരിയായി വിടർന്നു. ആഹാ ആഹാ ഓഹോ കരളിൽ നീറും പ്രണയോന്മാദങ്ങൾ കെടാ
കെടാതെ നെയ്ത്തിരിയായി വിടർന്നു മറവികൾ മൂടും മായാക്ഷരങ്ങൾ സുരഭിലമേതോ സ്മൃതിയുടെ താളിൽ സുവർണ മൗനങ്ങളായി നിറഞ്ഞു നാമപൂർവ നിർവൃതിയായി അലിഞ്ഞു മേഘം വാനിൽ ചായുന്നു നീഹാരാംബരമഴിയുന്നു അലസ സമീരനിൽ തരളിതമാമൊരു സുധാംശുവായി നീ ഒഴുകുന്നു ഈ നിലാവിലോർമകൾ പൊഴിയുന്നു മേഘം വാനിൽ ഡാ മോനെ, നിന്റെ അപ്പം വലിയ സയന്റിസ്റ്റാ. ആ അപ്പന്റെ മാനം നീ ആയിട്ട് കളയണടാ. മകളെ, ഡാനി അങ്കിള് പറഞ്ഞാലും കാര്യമുണ്ട്. അച്ഛന്റെ വില കളയാതിരിക്കാൻ അങ്കിൾ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് ഈ കുന്ത്രാണ്ടം ആരും കാണാതെ മേളിലോട്ട് വലിച്ചെറിയാം. നീ ഇതേ ഈ റിമോട്ട് വെച്ച് ഇങ്ങനെ ഗമയിൽ അമർത്തിയാ മതി. എങ്ങനെയുണ്ടളിയാ? ഓ, ആ ഞങ്ങൾ രണ്ടാളും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെയല്ലേ ഇത്തിരി പോന്ന ഇവൻ. പിന്നല്ല, ഏവനെ കൊണ്ടൊന്നും ഇത് കറക്കാൻ പറ്റൂല. കറങ്ങി കറങ്ങി ഒരുപാട് മോൻ തന്നെ. ഇതിങ്ങനെ വരുവുള്ളെന്ന് എനിക്കറിയാം. അച്ഛന്റെ അമ്മയുടെ അടുത്തുള്ള സ്നാനടാ. മക്കളെ കൺഗ്രാറ്റ്സ്ഡാ. നീ കിടിലവാടാ. സൂപ്പർ മോനെ, എക്സലന്റ്. വേഗം അച്ഛാ പ്ലീസ് ഒന്ന് നിർത്തുന്നുണ്ട. അങ്ങനെ പറയല്ലേ മോനെ. എടാ, ഒരു മനുഷ്യായുസിന്റെ ഫീല് മുഴുവൻ ഈ സംഗീതത്തിനുണ്ട്. ആ അത് കേട്ടപ്പോ കാറിന് പോലും വീലായി. നീ ഒന്ന് പോട ചേർക്ക. എനിക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ അച്ഛനും മോനും? എന്റെ നെഞ്ചിലെ ആളെ തീർന്നിട്ടില്ലേ ഇതുവരെ? ഒരു നിമിഷം ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ. എന്തുവാടോ പ്രിയതമേ, താൻ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചാലോ? ഇതൊക്കെ സ്വാഭാവികമല്ലേ? എന്റെ പൊന്നച്ഛ, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണണ്ട. സ്റ്റാർട്ട് ചെയ്യാമടോ മാഷേ. ദാ നോക്കിക്കോ, ഡേ നീ ഇങ്ങോട്ട് നോക്കിക്കോ. ഓം ഹ്രീം ഡും ഡും ഭയങ്കരി രുദ്രവാഹിനി ഹുംബിൾ ഹുംബിൾ സർവപൂജാരിണി.
ഒന്ന് ചിരിയണം. എന്താ നിങ്ങൾ ഈ അസമയത്ത്? ഞാൻ മൊബൈലിൽ വിളിച്ചിരുന്നു, അത് ഓഫാണല്ലേ? ആ സംഭവത്തിന് ശേഷം കോളുകളുടെ തിരക്കാ. കമിൻ. വേണ്ട, താങ്ക് യു. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതാ കാടന്മാരാ. സാറിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. എനിക്ക് ആരെയും വിശ്വാസമില്ല മിസ്റ്റർ, നിങ്ങളെപ്പോലും. സാറ് കരുതുന്ന പോലെ എനിക്കിതിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇന്ന് മുതൽ രാത്രി 2 പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിക്ക് എടുത്തു. ഏയ് വേണ്ട മിസ്റ്റർ സെബാസ്റ്റ്യൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഐ ക്യാൻ മാനേജ്. ശരി, എന്നാ സാറിന്റെ ഇഷ്ടം പോലെ. ഞാൻ വരട്ടെ, കാണാം. That's crashed through the offside. ന്യൂസ് ഇറ. നഗരമധ്യത്തിലെ ഗാന്ധി പാർക്കിൽ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. വരാനിരിക്കുന്ന ആണവ നിലയത്തിന്റെ ഡയറക്ടറാണ് ആക്രമിക്കപ്പെട്ട ഡോക്ടർ നാരായണദാസ്. അജ്ഞാതനായ ഒരു ചെറുപ്പക്കാരനാണ് പ്രശസ്ത സയന്റിസ്റ്റ് ദാസിനെ ആക്രമിച്ചത്. പെട്രോളിന് വീണ്ടും വില ഉയർന്നു. ലിറ്ററിന് ₹1.75 വെച്ചാണ് കൂട്ടിയിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി നഗരമധ്യത്തിൽ വെച്ച് പ്രശസ്ത സയന്റിസ്റ്റ് ഡോക്ടർ നാരായണദാസ് ആക്രമിക്കപ്പെട്ടു. ആക്രമിച്ച യുവാവിനെ കുറിച്ച് ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. CA സെബാസ്റ്റ്യൻ അന്വേഷണം ഊർജിതപ്പെടുത്തി. സുകുമാരക്കുറുപ്പിനെ ആ ഡാനിയായിരിക്കും ഈ പണി ഒപ്പിച്ചത്. 3 പതിറ്റാണ്ട് കഴിഞ്ഞ് അന്വേഷണം. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത് വാർത്തയാക്കരുത്. സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ആ ആക്രമണത്തെക്കുറിച്ച് എന്തെങ്കിലും? ഞാൻ ആ പ്രോജക്റ്റിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചതിയുള്ളത് പോലെ. എങ്കിൽ പിന്നെ അതിൽ നിന്നും പിന്മാറിയാ പോരെ? അച്ഛാ, ഞാൻ കിടക്കാൻ പോകുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്ന പോലെ. ആ മോനു, ആ ഡ്രസ്സ് മാറ്റിയിട്ട് കിടക്കണേ. ശ്യാമ എന്തോ പറഞ്ഞേ? പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയാ പോരെന്നോ? ഒരു നല്ല പൗരൻ അങ്ങനെയാണോ ചിന്തിക്കണ്ടേ? ആ പ്രോജക്റ്റ് വലിയൊരു തെറ്റാണെങ്കിൽ നമ്മൾ അതിനെ എതിർക്കണം. ശരിയാണെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മളത് ചെയ്യണം. ദേ, ഞാനൊരു കാര്യം പറയാം. എല്ലാ പ്രോജക്ട്സും ആ വാതിലിന് അപ്പുറത്ത് വെച്ചിട്ടേ ഇതിനകത്തേക്ക് കടക്കാൻ പാടുള്ളൂ. ഇവിടെ ഞാനും എന്റെ ഏട്ടനും നമ്മുടെ മോനും മാത്രം മതി. ആണോ? എന്നാ പിന്നെ നമുക്ക് ആ പ്രോജക്റ്റ് അങ്ങ് ചെയ്താലോ? ഓ, അവന് ശബ്ദമില്ലേ? മോനെ, നിരഞ്ജ മോനെ, മക്കളെ നീ പേടിക്കണ്ട, അച്ഛൻ ദാ എത്തി. എന്ത് പറ്റി നിനക്ക്? മോനെ, നിരഞ്ജ. എന്റെ മോൻ, അവന് വിട്. നിങ്ങളൊക്കെ ആരാ? അവനെ വിടാനല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ആരാണെന്ന് പറ. സാർ പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല. സംഭവിച്ചതിന് ക്ഷമ പറയാൻ കൂടിയാണ് സർ ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പേടിക്കണ്ട മകളെ, ഞങ്ങൾ ആരും ഉപദ്രവിക്കാൻ വന്നതല്ല. സാധിക്കുമെങ്കിൽ കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. ശ്യാമേ, ഇവർ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ചെല്ലെന്ന്. സാറേ, എന്നോട് ക്ഷമിക്കണം. സഹിക്കാൻ വയ്യാത്തോണ്ട് ചെയ്തു പോയതാ ഞാൻ. ഞങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന സംഘമാണ്. ഓ, അത് ശരി. അപ്പൊ അതാണ് കാര്യമല്ലേ?
ഭീഷണി. ഒരിക്കലുമല്ല. ആദിവാസികൾക്കായി ശബ്ദമുയർത്തുന്നവരെയെല്ലാം അക്രമകാരികളായി ചിത്രീകരിക്കുന്നവരാണ് നിങ്ങൾ വലിയവരുടെ ലോകം. ഞങ്ങളിൽ പലരും ആ പട്ടിണി പാവങ്ങൾക്കായി സമരം ചെയ്യുന്നത് സ്വന്തം ജീവിതം ബലികഴിച്ചിട്ടാണ്. നിങ്ങളെല്ലാം കാടന്മാർ എന്ന് വിളിക്കുന്നവർ ഒരിക്കൽ മനുഷ്യരായി പരിഗണിക്കപ്പെടും. അവരാണ് ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികൾ. മതിയായ ചികിത്സ കിട്ടാതെ സർക്കാർ ആശുപത്രിയുടെ അഴികെ തറയക്കിടന്ന ഇവന്റെ ഏക മകൻ മരിച്ചത്. കറുത്ത് ഭംഗിയില്ലാത്തവന്റെ കുഞ്ഞ് തൊടാൻ പോലും കൂട്ടാക്കിയില്ല നിങ്ങളുടെ ലോകത്തെ വലിയ തമ്പ്രാക്കന്മാർക്ക്. പക്ഷേ എനിക്കതിൽ എന്ത് ചെയ്യാൻ കഴിയും? സർ, ഞങ്ങളോടൊപ്പം ഒന്ന് വരാമോ? എന്തിന്? ഞങ്ങൾ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ച കാഴ്ചകൾ കാണാം. വരണം സർ, ഭയമില്ലെങ്കിൽ. വരാം. പക്ഷേ ഈ രാത്രി വേണ്ട, നേരെ ഒന്ന് പുലരട്ടെ. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല സാറേ, ഇതുവരെ ജീപ്പ് പോകൂ, കുറച്ചു ദൂരം നടക്കാനുണ്ട്. കുഴപ്പമില്ല. ഉറപ്പാണല്ലോ? ഇല്ല. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നഗരത്തിലെ വലിയ റോഡുകളല്ലേ മോൻ കണ്ടിട്ടുള്ളൂ. ഇതും മനുഷ്യർ നടക്കുന്ന വഴിയാ. ഈ വഴി നടന്ന നിരഞ്ജനെ പോലെയുള്ള ഇവിടുത്തെ കുട്ടികൾ ദിവസവും സ്കൂളിലേക്ക് പോകുന്നത്. വഴി ചോദിച്ചാൽ വഴക്കിന് വരും ജയിക്കാൻ കഴിവുള്ളവർ. ഇവിടെ രണ്ടു തരം മനുഷ്യരുണ്ടോ അച്ഛാ? ഹേയ്, ഇല്ല മോനെ. മനുഷ്യനൊന്നേ ഉള്ളൂ. പക്ഷേ സമ്പത്താണ് മനുഷ്യനെ രണ്ട് തട്ടാക്കി തിരിക്കുന്നത്. മോനെ സൂക്ഷിച്ച്. ഒരൊറ്റ ഭൂമിയിൽ സമ്പത്തിന്റെ പേരിൽ ആനന്ദിക്കുകയും നരയിക്കുകയും ചെയ്യുന്ന ജീവികൾ നാം മനുഷ്യർ മാത്രമുള്ളൂ മോനെ. ദാരിദ്ര്യം പിടിച്ച് ചന്തമില്ലാത്ത കുട്ടികൾ എല്ലാ ആദിവാസി ഊരുകളിലെയും കാഴ്ചകളാണ് സാർ. സർ, അതൊരു കുഴിമാടാണ്. പോഷകാഹാരക്കുറവിന്റെ പേരിൽ ഈ ഊരിൽ അവസാനം മരിച്ചത് ഈ കുഞ്ഞാ, ഇവന്റെ കുഞ്ഞ്. എല്ലാം നഷ്ടമാകുമ്പോൾ നമ്മെ കാക്കണവരെ നമുക്ക് കൊല്ലാനുള്ള ദേഷ്യം വരും, അത് എത്ര വലിയവനായാലും. പക്ഷേ എനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ആരുടെയും പ്രതിനിധിയൊന്നും അല്ലല്ലോ. കഴിഞ്ഞില്ല സാർ, ഇനി ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. വരൂ. വരണം സാർ. വാ കണ്ണ. വാ സാറേ. സാറേ പോകാം. പോട്ട് ചെയ്തേ, വിഷമിക്കണ്ട. മോനെ ശ്രദ്ധിക്കണം. മുള്ളുണ്ട്, അതാ. വന്നോളൂ സാർ. സൂക്ഷിച്ച്, ശ്രദ്ധ. മോനെ പയ്യെ. ശ്രദ്ധിച്ച്. സാർ കൈ ഒന്ന് ഇടാമോ? ഒന്ന് കുടിച്ചു നോക്കിയേ. സാർ, ഇതാണ് ഇവിടുത്തെ കുടിവെള്ളം. കുളിക്കാൻ വരെ മിനറൽ വാട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനാവില്ലല്ലോ, അല്ലേ സാർ? സാർ, ഞങ്ങളെല്ലാം സഹിക്കും. പക്ഷേ സാറ് നേതൃത്വം കൊടുക്കുന്നവർ ഇല്ലാതാക്കുന്നത് ഞങ്ങളുടെ മണ്ണ് കൂടിയാണ്.
സാർ താങ്കൾ അറിയാതെ വലിയ തെറ്റിന്റെ ഭാഗമാവുകയാണ്. നിങ്ങൾ വ്യക്തമായിട്ട് പറയൂ, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? മോനെ സൂക്ഷിച്ചു. ഇതേതാ ഈ കൊച്ചൻ? ആവോ. ഇന്ന് വെള്ളം കലങ്ങി. ആ മറ്റേ കൊടങ്ങിതാ. സൂക്ഷിച്ച്. എന്തൊരു പാടായത്, ഒന്ന് നോക്കി എടുക്ക. സർ, ഇതിന്റെ ഏതാനും കിലോമീറ്റർ അകലെയാണ് താങ്കളുടെ കൂടി ഡയറക്ടറായിട്ടുള്ള ആണവ നിലയത്തിന്റെ സ്ഥലമുള്ളത്. വലിയ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റ് നടക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അവർക്കൊരു അജണ്ടയുണ്ട് സാർ, അത് ഈ കാടും മലയുമാണ്. ഒരിക്കലും നടക്കാത്ത പദ്ധതികൾക്കായി അവർ ഈ ഊരുകൾ ഒഴിപ്പിച്ചെടുക്കും സാർ. ഓരോ ഇടത്തുനിന്ന് മാറ്റി ഓടിക്കുന്ന കുറേ പേർ, അവർക്ക് വേണ്ടി ശബ്ദിക്കാനും ബലിയാടാവാനും ഞങ്ങൾ കുറച്ചുപേരൊക്കെ വേണ്ട സാറേ. ഉത്തരം പറയണം സാർ. നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുക, എന്തു വന്നാലും നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. നന്ദി സർ, ഒരുപാട് നന്ദിയുണ്ട്. അച്ഛാ, എനിക്കിവരെ സഹായിക്കാൻ കഴിയും. ഞാൻ ചോദിച്ചതിന് ആൻസർ പറഞ്ഞില്ല. എന്താ? ഡു യു ലവ് മീ? ലവ്? എന്താ നീ അത് കേട്ടിട്ടില്ലേ? വിവേകും ആനന്ദൊക്കെ നിന്നോട് പറഞ്ഞത്. പിന്നെന്താ നീ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ? പക്ഷെ നീയും അത് തന്നെ പറയുമെന്ന് കരുതിയില്ല. ഞാൻ സത്യം പറഞ്ഞ്, റിയലി ഐ ലവ് യു. നിനക്കിഷ്ടമാണോ? ദാ ഇപ്പൊ തന്നെ പറയണം. വീടെത്തുന്നതിന് മുമ്പേ സൈക്കിൾ റൈഡിൽ നീ എന്നെ തോൽപ്പിച്ചാൽ ഞാൻ പറയാം. സൈക്കിൾ റൈഡിന്റെ സ്കൂൾ കോമ്പറ്റീഷനിലെ സ്റ്റേറ്റ് ചാമ്പ്യനാ. ചുമ്മാ തോക്കണോ? ശരി, ഫോളോ മീ. ഓക്കെ. എന്നിവനാണോ തോക്കാൻ പോണേ? എന്താടാ? ഏയ്, ഞാനും ഒന്ന് തോറ്റതാ. എങ്ങനെ ഓക്കെ ആടേ? ഓടിച്ചോടിച്ച് ഏതുവരെ ഓടിക്കൂടെ? ഞാൻ ആദ്യമായിട്ടാ തോൽക്കുന്നത്. അപ്പൊ ഞാൻ ജയിച്ചാ? ഡാ മോനെ നിരഞ്ജ, നീ അച്ഛനെ തോപ്പിക്കോടാ. മകളെ, ഇത് കണ്ട, നിന്റെ അച്ഛൻ പണ്ട് സൈക്കിൾ ഓട്ടിയപ്പോ ഞാൻ കൂട്ടുന്നതിന് എനിക്ക് കിട്ടിയ വീരമുദ്ര എങ്ങനെയുണ്ട്? നോക്ക്. ബൈ നിരഞ്ജ. ബൈ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ ദാസുണ്ടല്ലോ, അതായത് നിന്റെ അച്ഛൻ, ഇമ്മിണി വലിയൊരു സംഭവമായിരുന്നു. ഒരേ സമയം ഒരുപാട് പെൺകുട്ടികളെ പരസ്പരം അറിയാതെ അതിവിദഗ്ധമായി പ്രണയിക്കുന്ന ഒന്നാന്തരം ഒരു ഊടായ്പ് പാർട്ടി. ഈ വിദ്വാൻ പ്രേമലേഖനം എഴുതുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരാൾക്ക് പ്രേമലേഖനം എഴുതുമ്പോൾ അതിൻ്റെ കാർബൺ കോപ്പി ഉപയോഗിച്ച് ഒരുപാട് പെൺകുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ സത്യസന്ധനായ ഒരു കാമുകനായിരുന്നു.
സഖി നിൻ ചിരി വിടരുമ്പോൾ ഓഹോ പ്രണയ നിലാവായി പതയും ഞാൻ പനിമതിമുഖി നീ അണയുമ്പോൾ അടിമുതൽ മുടി വരെ കുളിരും ഞാൻ കൊണ്ടാലും നിന്റെ തിണ്ടുന്ന വണ്ടേ കണ്ണാരം പൊത്തുന്ന കളി വേണ്ട മനസ്സിലെ ആശകൾ ശരിയല്ല നിൻ കൺമിന്നലിൽ എൻ നെഞ്ചിലേറുന്നു മോഹം ആ മോഹത്തിൻ വീൺവാക്കൊന്നും വേവില്ല പൊന്നേ ചെല്ലക്കാറ്റിൽ ചായും ഈ എല്ലിക്കൂട്ടം നീയേ വേലിപ്പൂവും കണ്ടാൽ താനേ നിൽക്കും നീയേ മികച്ചേര തുമ്പം കണ്ടാൽ അങ്ങോട്ടോടും കൊതിയനിതാ പ്രിയ സഖി നിൻ ചിരി വിടരുമ്പോൾ പ്രണയ നിലാവായി പതയും ഞാൻ എൻ ദേവി നീ മുൻപിൽ വന്നു പൂവായി വിടർന്നു ജന്മങ്ങൾക്ക് മുൻപെങ്ങോ നിന്നാത്മഗന്ധം ഇന്നോളം നിന്നുള്ളിൽ തേടി തേടി വന്നു ഉന്മാദങ്ങൾ പൂക്കും സ്വർഗം പോലെ നെഞ്ചം എന്നിൽ വന്നു ചിന്നിപ്പെയ്തു സ്വപ്നങ്ങൾ തൻ ശലഭമഴ അമ്പട പകലൊളി പോലിനി തെളിയാറായി അതിലിനി ഒളിയാൻ കഴിയാറായി ആരോടുമേ നിന്നാലോല വേഷം ആടാൻ വരെ നിനി മലശരനായി തനി നിറമാർ നിനി വരവായി ഹോ 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 റിയ എന്താ ഇത് നിനക്ക് തരാൻ സീനിയേഴ്സിലെ നാരായണദാസ് തന്നതാ. എനിക്കോ? അതെ. വായിരടി, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. വായിക്കേ. പ്രിയ സുഹൃത്തെ, ഈ കത്തുമായി വരുന്ന ശ്യാമയെ എനിക്കിഷ്ടാണ്. വെറുമൊരു ഫോട്ടോസ്റ്റാറ്റ് പ്രണയമല്ല, ഒരുപാട് ഇഷ്ടമാണ്. നാരായണദാസിന്റെ ഇനിയുള്ള ജീവിതം എഴുതി ചേർക്കാൻ ശ്യാമ നാരായണദാസായി നിന്നെ ക്ഷണിച്ചാൽ നീ വരുമോ? വരില്ലേ? ഇരുവരിയായി ഒഴുകിയ നമ്മൾ ഇനി ഒരു വരിയായി ഒഴുകാൻ എൻ്റെ ഒപ്പം. ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ അച്ഛൻ ഒരു മുട്ടൻ പണി കിട്ടുന്നത്. മുട്ടൻ എന്ന് പറഞ്ഞാ 8-16 പണി. ദാസേട്ടാ, ഞാനൊരു ചോദ്യം ചോദിച്ചാ അതിനുത്തരം പറയാമോ? ഒരു സ്ത്രീയെ എന്തിനു വേണ്ടിയാ പ്രകൃതി സൃഷ്ടിച്ചത്? അത് പിന്നെ ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ അതായത് പ്രകൃതി സ്ത്രീയെ സൃഷ്ടിച്ചത് നല്ല പ്രജനനത്തിന് വേണ്ടിയാണ്. നല്ല തലമുറയെ വാർത്തെടുക്കാൻ, ഓജസ്സും ബുദ്ധിയും പ്രസരിപ്പുമുള്ള സന്തതി ഉണ്ടാവണമെങ്കിൽ അവളും മനസ്സും ശരീരവും അർപ്പിച്ച് ധ്യാനനിരതയായിരിക്കണം പുരുഷനോട്. ദാസേട്ടനെ
പ്രാണനെ പോലെ അല്ല, അതിലേറെ ഇഷ്ടമാണ് എനിക്ക്. വിവാഹത്തിന് ശേഷം ഞാൻ ദാസേട്ടന്റെ മാത്രമായിരിക്കും. ഡാ മോനെ, പിന്നെ ഒരു സിനിമ സ്റ്റൈൽ ഒളിച്ചോട്ടമായിരുന്നു. ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഒളിച്ചോട്ടമായിരുന്നു. ഒരു ക്രിസ്മസ് ദിവസം അല്ലേടാ? എന്തോ വിളിച്ചായിരുന്നോ? നമ്മുടെ കാര്യം കട്ടപ്പോക. ഇനിയിപ്പോ എഴുന്നേറ്റിട്ടും കാര്യമില്ല. സഖ്യമർമ്മതം എന്തോ അയ്യോ, അവന്റെ കാര്യത്തിൽ തീരുമാനമായി. ആ പാവ മനുഷ്യനെ ഇപ്പൊ കൊണ്ട് തോന്നുമോ ഇത്ര വീരശ്വര പരാക്രമയാണെന്ന്? അതാ പണ്ട് ലാലേട്ടൻ പറഞ്ഞത്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഈ സ്റ്റോറി ഞാനൊന്ന് അമ്മയടുത്ത് പറയും. അങ്കിളുമാര് കളവ് പറയുന്നതാണെങ്കിലും. ചോദിച്ചോ, നീ ചോദിച്ചോ. പക്ഷെ സൈക്കിൾ റൈഡിന്റെ കാര്യം ഞങ്ങള് നിന്റെ അച്ഛൻ്റെ അടുത്ത് പറയും. എന്തായിരുന്നു റൈഡ്, സംസാരം, പിന്നെ കിസ് കൊടുപ്പ്. കിസ്സോ? ഇല്ല, പക്ഷെ ഉണ്ടെന്ന് ഞങ്ങൾ പറയും. ഹേയ്, എന്റെ അച്ഛൻ വിശ്വസിക്കൂല. ഞങ്ങൾ വിശ്വസിപ്പിക്കും. വേണമെങ്കിൽ നീ ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ചെന്ന് വരെ ഞങ്ങൾ പറയും. പെട്ടെന്ന് എടുത്ത് കൂച്ചിട്ട് വാടേ. படிச்சது போதுப்பா, போய் படுத்துக்கோ. அம்மா, படிக்கிறதுக்கு நிறைய இருக்கு. சாப்பிட்டாச்சா? சாப்பிட்டாச்சு, போதும்மா. அப்பா. அப்பா வாங்க, சீக்கிரம் வாங்க. வா அப்பா. ஐயோ, என் வீடு போச்சு. அம்மா வா. கடவுளே, கடவுளே, சீக்கிரம். நெருப்பு வாங்க அப்பா. எல்லாமே போயிடுச்சு. வீடு போச்சு. நெருப்பு. கடவுளே.
கண்ணா, இங்க வா, இங்க வா. വിലോ ഡേയ് എഴുന്നേടാ ഇങ്ങ ഇങ്ങോ ചേട്ടാ എത്രയായി വാ ഡാനി സോ കളഞ്ഞ പയ്യനെല്ലാം കളഞ്ഞാച്ചി പിന്നാടിയെ പോയിട്ട് മുന്നാടിയെ വലുത് കാലി വെച്ച് വാടാ വണക്കം സാർ ചേട്ടാ ഒരു ചായ. സോറി സോറി എന്നടാ ഡേ ബിലോ നിന്നെ ഇങ്ങ് കൊണ്ടുവരാൻ മാമ ഒരുപാട് കഷ്ടപ്പെട്ടു വേല ചെയ്യണ കാശ് മൊത്തം മാമയെ തന്നെ വേണ്ട മാമ. ஊர்ல எனக்கு ஒரே ஒரு தங்கச்சி இருக்கு சரோஜம் சரோஜത്തിന്റെ ஒரே ஒரு புள்ள വെള്ളം വേണം കേട്ടോ. ഇവൻ തീരെ ചെറുപ്പമുണ്ട്. ചേട്ടാ വെള്ളം. ഇപ്പൊ നിയമമൊക്കെ ഭയങ്കര കർശനാ. നമുക്ക് പണിയാവും. இல்ல முதலாளி എന്ത് പണിയും ചെയ്യും ഊരിൽ മുഴുവൻ പട്ടിണിയാ முதலாளി 2 പൊറോട്ട. എന്ത് വേണേലും അല്ലേ? അയ്യോ முதலாளി ഇത് നമ്മുടെ സ്വന്തം തങ്കച്ചിയുടെ മോനാ ഞാൻ ചുമ്മാതെ പറഞ്ഞാണ്. താൻ പേടിക്കൊന്നും വേണ്ട. ഇവൻ ഇവിടെ നിന്നോട്ടെ. മലയാളം വല്ലതും അറിയോടാ? കൊഞ്ചു കൊഞ്ചു അറിയും സാരമില്ല. ഇപ്പോ മലയാളികളൊക്കെ തമിഴ് പഠിക്കുന്നുണ്ട്. എന്താടാ നിന്റെ പേര്? ഓ ഇവൻ അറിയില്ലല്ലോ. മുൻ പേരെന്നാ? ദീലു. ആ എന്നാ അകത്തേക്ക് ചെല്ല്. ആ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി. കണ്ണപ്പാ എന്തോ ദാ ഇവനകത്തേക്ക് കൊണ്ടുപോ. பயப்பட வேண்டாம் தைரியமா இருக்கு மாமா பக்கத்தில் இருக்கு நன்னாய் வேலை செய்யணும் நம்ம சொந்தம் பையனா நல்லா ഒന്ന് ശ്രദ്ധിച്ചേക്കണേ നീങ്ക ധൈര്യമേ പോങ്ക ഞാൻ ഇങ്ക ഇരിക്ക. അകത്തോണ്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ചെല് ചെല്. നീ വാ ഇങ്ക വേണ്ട നീ വാ. മലയാളി വണ്ടി ഡീസൽ ഉച്ചയ്ക്ക് ഒന്ന് വരണേ സാപ്പിട്ടിട്ട് പോ. ചെല് ചെല്. കാപ്പിക്കാശി എന്നാ പിന്നെ കാപ്പി കുടിച്ചിട്ട് പോ. ഇവനൊരു കാപ്പി കൊടുക്ക്. ചെല് ചെല് പോ പോ. ഇതെന്താ പ്ലാൻ? ഓ ഫ്ലൈയിങ്. യെസ് ഒരുപാട് ആഴത്തിൽ നിന്നും കറണ്ടിന്റെ ഹെൽപ്പ് ഇല്ലാതെ വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്തു വരുന്നതിന്റെ കോൺസെപ്റ്റ് അതിന്റെ പ്ലാൻ എങ്ങനെയുണ്ട്? സൂപ്പർ. മോനെ മോൻ വിജയിക്കും. അച്ഛൻ ഉറപ്പുണ്ട്. യു നീഡ് എനി ഹെൽപ്പ്? നോ വേണ്ട അച്ഛാ. ഞാൻ തനിയെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഐ എം ഷുവർ ഐ ക്യാൻ. ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. എന്താ അച്ഛാ? ഒരച്ഛൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും വീണുടഞ്ഞു പോകുവാൻ എന്നെ വിധിച്ചതാരായിരുന്നു? 1000 കുട്ടികളുടെ നേരെ എന്ന പോലെ ആ നീരാളി കൈകൾ എന്നിലേക്കും പടർന്നു വന്നു. ഈ അവാർഡ് ദാന ചടങ്ങിന് അദ്ദേഹം എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സ്വന്തം മകൻ്റെ നേട്ടത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാൾ അവൻ്റെ പിതാവായിരിക്കും. സൂക്ഷിച്ചു നോക്കി തള്ളത്. ഓക്കെ ഇല്ലേ തള്ള? அக்க கவலைப்படாதே நான் அங்க இருக்கு
படிச்சிட்டு എന്താ കാര്യം பணம் தான் முக்கியம் சொல்லிக்கூடமா அம்மா அம்மா அழாதம்மா நான் நிறைய சம்பாதிக்கிறேன் கண்டிப்பா வீடு செய்வேன் போயிட்டு வரேன் அம்மா பாட்டியம்மா பீலோ பெட்டியடா கரெக்ட் டைம் ചെന്നില്ലെങ്കിൽ വണ്ടി പോവും பீலோ வேலை செய்து காசு கிட்டியா மாமா கிட்டே கொடுக்கணும் வேண்டாம் மாமா என் பணம் நான் சூஷிப்பேன் போய் வர மாட்டி போ வீட்டி போ நீ போடா கேட்டா விழு சீக்கிரம் போ சரி ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഒരു കൂത്തു ഉറയിക്കോ 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 നീ എന്താണ് ചേർക്ക ഇങ്ങനെ നോക്കുന്നത് എന്താടാ നീ എന്നെ കണ്ടിട്ടില്ലേ കിടന്നോ കിടന്നോ ഇനിയിപ്പോ ഒന്നും നടക്കൂല ഇനി വീട്ടിലേക്ക് പൊക്കളയാം ചുമ്മാ സമയവും കളഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞ നിരഞ്ജൻ ഇവന് വേണ്ടേ അയ്യോ ഇവനിതൊന്നും പരിചയമില്ല തൽക്കാലം ദേ ഈ ഒരു മിഠായി കഴിക്കേ കഴിച്ചോ കഴിച്ചോ ബ്രോ ആദ്യത്തെ ചെറിയ കുഴപ്പമേ ഉള്ളൂ ദേ പിന്നെ നമ്മൾ ലുട്ടാപ്പിട കുന്തത്തില് ആകാശത്തിലൂടെ പറത്തും നീ കഴിച്ചോ മച്ചാനെ എങ്ങനെയുണ്ട് ചായ
ശ്യാമേ, കുറച്ച് നാളായിട്ട് നിരഞ്ജന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൽ ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല. തുടങ്ങിയെടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ദാസേട്ടാ, എക്സാം അല്ലേ വരുന്നത്, അതാവും. അവൻ അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആളൊന്നും അല്ലല്ലോ ശ്യാമേ. ആ മാല കളഞ്ഞവന് നീ അവനെ വഴക്കുമല്ലോ പറഞ്ഞോ? അയ്യോ ഇല്ല, ഏട്ടന് തോന്നുന്നുണ്ടോ ഞാൻ ഉണ്ണിയെ വഴക്ക് പറയൂന്ന്? ഏയ് അറിയാമടോ. എന്നാലും ആട്ടെ, എപ്പോഴാ പോകുന്നേ? ഉടനെ. ദാ. നിരഞ്ജ, മോനെ, നീ എന്തിനിങ്ങനെ വാതിലടച്ചിട്ടിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ പഠിക്കായിരുന്നു. സാധാരണ നീ ഇങ്ങനെ ലോക്ക് ചെയ്തിരുന്നല്ല. നീ പിന്നെ ഈ പ്രോജക്റ്റ് മൂവ് ചെയ്തില്ലേ മോനെ? ഏത് പ്രോജക്റ്റ്? ഓ ഇത് ഇല്ല അച്ഛാ, മൂടില്ല അച്ഛാ. ഞാൻ ചെയ്യാം. ഒരു വല്ലായ്മ? ഒന്നുമില്ല അച്ഛാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ശരി, നീ ഇരുന്ന് പഠിച്ചോ. പിന്നെ വാതിൽ ലോക്ക് ചെയ്തിടരുത് കേട്ടോ. ഇരുന്ന് പഠിക്കും. ശരി അച്ഛാ. രാജ്യത്തിൻ്റെ വികസനത്തിന് ഈ പ്രോജക്റ്റ് എത്ര അനിവാര്യമാണെന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ ആദിവാസികളെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ബലപ്രയോഗം വേണ്ടി വരുന്ന ഒന്നാണ്. എല്ലാ കാലത്തും ഏത് സർക്കാരും ഇത്തരം ബലപ്രയോഗങ്ങൾ നടത്താറുള്ളതാണ്. ഇനി ബലപ്രയോഗത്തിനൊന്നും ഞാനില്ലേ. എന്റെ എല്ലാ പിന്തുണയും ഈ വികസനത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കും. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങളോടുള്ള തീരുമാനം MLA പറഞ്ഞില്ലല്ലോ. ഇവർക്ക് വേണ്ടി എത്ര ഭൂമി മാറ്റി വയ്ക്കുമെന്ന് രേഖാമൂലം എഴുതി തരണം. ദേ, രണ്ടുപേരും കൂടുതലൊന്നും പറയണ്ട. ഭരണപക്ഷമാ ഞങ്ങള്. MLA പറഞ്ഞത് എത്ര ആണെന്ന് വെച്ചാൽ അങ്ങ് തരും. അഥവാ MLA വാക്ക് മാറിയാ ഈ സരോജിനി അങ്ങ് തരും. എവിടെ വെച്ച് വേണോന്ന് അങ്ങ് പറഞ്ഞാ മതി. അല്ലെങ്കിൽ സരോജിനി പറഞ്ഞാ പിന്നെ അതിന് അപ്പീലില്ലല്ലോ. ഞങ്ങൾ റെഡിയാ. എന്താ സരസപ്പ? പിന്നെ അല്ലാതെ 3 ഹെക്ടറോളം വരുന്ന കോളനിയാണ് ഈ പ്രോജക്റ്റിനോട് ചേർന്ന് കിടക്കുന്നത്. ഏത് വിധനയും അവരെ ഒഴിപ്പിച്ചേ പറ്റൂ. പ്രോജക്ട് ഡയറക്ടറായ നാരായണദാസിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം സാർ. സാർ, ഒഴിപ്പിക്കാനുള്ള പ്ലാനിംഗ് റെഡിയാണ്. ഫോഴ്സിന്റെ ചുമതല മിസ്റ്റർ സെബാസ്റ്റ്യനാണ്. പുലർച്ചെ 2 മണിക്ക് ഓപ്പറേഷൻ തുടങ്ങാനാണ് തീരുമാനം. കുടിയൊഴിപ്പിച്ച് കുടിലുകൾക്ക് തീയിട്ട് അവിടെ വിജനമാക്കും. അവിടെ വരുന്നവർക്ക് സംരക്ഷണം നൽകുന്നതിനായി ഞങ്ങൾ രണ്ടുപേരും സെൻട്രൽ പോയിന്റ് തന്നെ ഉണ്ടാകും. അഥവാ എന്തെങ്കിലും അപകടം നടന്ന ആംബുലൻസ് അവിടെ റെഡിയായിരിക്കും. നമ്മുടെ വാഹനങ്ങളിൽ കയറ്റി താൽക്കാലിക ഷെഡിലേക്ക് ആദിവാസികളെ മാറ്റും. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളൊക്കെ എന്തിനെ കുറിച്ചായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ നിങ്ങളുടെ മനസ്സിലുള്ള അജണ്ട? കേവലം ഉറുമ്പുകളെ ചവിട്ടി അരയ്ക്കുന്ന പോലെ ആ പാവങ്ങളെ ചവിട്ടി മെതിക്കാനോ, അതോ അവരുടെ മണ്ണ് കെട്ടിപ്പറിക്കാനോ? സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവർക്ക് നല്ലൊരു കിടപ്പാടം കൊടുക്കാൻ കൂടി വേണ്ടിയാണ് പണ്ട് ആ കോളനിക്കാരായിരുന്ന ഞങ്ങളുടെ ശ്രമം. സർ കൂൾ. ഇവിടുത്തെ സ്പെഷ്യൽ ഫോഴ്സിനെ ഉപയോഗിച്ച് അവർ ഒഴിപ്പിക്കുന്നേ ഉള്ളൂ. അത് സാറ് ചിന്തിക്കുകയേ വേണ്ട. സാറ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയാണ്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു വ്യക്തിയുടെയോ സംഘടനയുടെയോ തീരുമാനമല്ല. അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് എനിക്കും താങ്കൾക്കുള്ളത്.
അവിടെ എന്ത് നടക്കുന്നു എന്നത് ഞങ്ങൾക്ക് വിട്ടുതരണം ദാസ്. നിങ്ങൾ സംസാരിക്കുന്ന ഒരു പൊളിറ്റീഷ്യനെ പോലെയാണ്. ക്ഷമിക്കണം, അത് അത്ര വലിയ മോശപ്പെട്ട ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ചില മോശക്കാരതിലുണ്ടെന്നുള്ള കാര്യവും ഞാൻ മറക്കുന്നില്ല. സാർ, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിസ്റ്റർ ദാസ്, താങ്കൾ താങ്കളുടെ പണി ചെയ്യൂ, ഞങ്ങളുടെ പണി ഞങ്ങൾ ചെയ്തോ. നടക്കില്ല. ഈ ഒരു പ്രോജക്റ്റിന്റെ മറവിൽ ഈ ബിസിനസ് നടക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല. മണ്ണും മലയും കഷ്ണങ്ങളാക്കി തൂക്കി വിറ്റ് ഇതിന്റെ മറവിൽ കോടികൾ കൊയ്യാമെന്ന് ഒരാളും കരുതണ്ട. ഈ പ്രോജക്റ്റിന്റെ ഡയറക്ടർ നാരായണദാസ് ആണ്. ഈ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ഇത് എത്ര ദിവസമായെന്ന് വല്ല വിചാരമുണ്ടോ മച്ചാനെ? നിന്റെ അപ്പന്റെ പണം കണ്ട ബോസ് കടം തന്നെ. ഞാൻ തരാം. എപ്പോ? എങ്ങനെ? മച്ചാനെ, ഒരു കാര്യം ചെയ്യേ, നീ തന്നെ ബോസിനോട് നേരിട്ട് എന്ന് പറ. പണം ചോദിച്ചപ്പോ തരാന്ന്. എടാ, നീ നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റടാ. ഞാൻ തരാം, കുറച്ച് ദിവസം കൂടെ. എനിക്കുടനെ പണം വേണം, ഇല്ലെങ്കിൽ നേരെ നിന്റെ വീട്ടിൽ കയറി വന്ന് നിന്റെ അച്ഛനോട് ഞാൻ ചോദിക്കും. വേണ്ട, എന്റെ അച്ഛനറിഞ്ഞ എന്നെ. മക്കളെ, പണം തന്നില്ലെങ്കിൽ കൊന്ന് കുഴിച്ചു പിടിക്കളെ ഞാൻ. മനസ്സിലായോ? ഇവന്റെ പണം ഞങ്ങൾ തരും. ഹലോ. ബ്രോ, നമ്മളിനി പണം എങ്ങനെ കൊടുക്കും? നീയല്ലേ പറഞ്ഞത്? അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും മോനെ. ബ്രോ, പണം ഉണ്ടാക്കാൻ ഒരു മാർഗമുണ്ട്. മോഷണം. അത് കൊള്ളാം. ഉയ്യോ, മോഷ്ടിക്കാൻ ഞാനില്ല. നിനക്ക് വേണ്ടിയാ ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ബോസ് നിന്റെ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളൂ. നീ ഞങ്ങളുടെ കൂടെ വന്നാ മതി. അത് പറ്റുമോ? ഒരാളും അറിയില്ല. അത് ഞങ്ങൾ ഏറ്റു. ഓക്കെ അല്ലേ ബ്രോ? അപ്പൊ ഓക്കെ. ഓക്കെ. എവിടെയാ? അതൊക്കെ ഉണ്ട്. ഒരു തമിഴൻ പയ്യന്റെ അടുത്ത് നിറയെ കാശുണ്ട്. അവൻ പണം വച്ച സ്ഥലവും ഞാൻ കണ്ടു. ഞാൻ പോയി വരാം. കമ്പൈൻ സ്റ്റഡി ആണെന്ന് പറഞ്ഞ് പോകുന്നത് കൊള്ളാം. പഠിക്കണം, പറഞ്ഞേക്കാം. രണ്ടാളും കളിച്ചിരിക്കരുത്. എക്സാം ആണ്, മറക്കണ്ട. ഇല്ല ആന്റി, ഞാൻ അവനെ നോക്കിയോളാം. ഓഹോ, അപ്പൊ നിന്നെ ആര് നോക്കും? ഓക്കെ. എന്തെങ്കിലും ഉണ്ടായാ ഞാനെല്ലാം തുറന്നു പറയും. എനിക്ക് പേടിയാ. പോട്ടേടാ. പെട്ടെന്ന് പാടാ ഇങ്ങോട്ട്. ഒരു സംഭവം ഫ്രഷ് ആയിരിക്കണേ. മുതലാളി, ഇന്ന് പറഞ്ഞാൽ ശരിയാക്കും. ഇന്ന് രാത്രി വരില്ലെന്ന് വൈഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അത് ഞാൻ ഏറ്റു മുതലാളി. മുതലാളി മാറിപ്പോയി ഒന്ന് പിടിപ്പിച്ചിട്ടൊക്കെ വാ. എന്നെ നോക്കണ്ട,
ഒന്നും വേണ്ട ഇപ്പൊ ഇത് വെച്ചോ. മുതലാളി ഞാൻ പോയിട്ട് വരാം. എന്റെ ഗണപതി ഇനി ചെറുക്കനെ എങ്ങനെയാ നീ നോക്കാം ഇന്ന് നിന്നെ തിരുടൻ 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 കാശ് കാശ് വിടുങ്ക ഓടിക്കോടിക്കോടിക്കോ ബോഡി എവിടെയോ? സാർ അകത്താണ്. എന്തെങ്കിലും തുമ്പുണ്ടോ? വല്ല കത്തിയോ കടാരയോ ചുക്കോ ചുണ്ണാമ്പോ അങ്ങനെ ഇല്ല എന്തെങ്കിലും? സാർ, കൊല്ലപ്പെട്ടത് ഒരു തമിഴ് പയ്യനാ. ആ ചുമ്മാ ജോലി ഉണ്ടാക്കാൻ വേണ്ടി. താനാരാ? പയ്യനെ കൊന്നിട്ട് അവന്റെ ഒരു ബാപ്പോമ കളി. അയ്യോ സാറേ, എനിക്കറിയില്ല. ഞാൻ ബാവു ബാവു. സാർ ഇതിനകത്താ. ഞങ്ങളെ തിന്നാനും കുടിക്കാനില്ലാതെ പണിയെടുക്കാൻ വന്നതാ സാറേ. വേണ്ടാ സാറേ. ഇവൻ ആരാണ്? ഈ പയ്യന്റെ അമ്മാവനാ സാർ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ എസ് ഐ വിളിച്ചെന്ന് പറഞ്ഞു. യെസ് സാർ. പിന്നെ എല്ലാരെയും സ്റ്റേഷനിലേക്ക് എത്തിക്കണം. ശരി സാർ. സണേ, ആ കെട്ടിടത്തിന്റെ ഉടമ അല്ലെങ്കിൽ മാനേജർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഓക്കെ സാർ. ഓക്കെ.
വെറുതെ ഇരുന്ന് വിളിച്ചോളൂ ഓരോരുത്തന്മാർ, ഒരു ജോലിയില്ലാതെ. സാർ, ഏഷ്യൻ ബിൽഡേഴ്സിന്റെ മാനേജറാണ്. ആ, പിന്നെ ഈ പുറത്തേക്കുള്ള CCTV ദൃശ്യങ്ങളെല്ലാം ഉണ്ടോ? ഉണ്ട് സാർ. ആ, അത് ആരൊക്കെ കണ്ടു? അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കാൻ ഇതെന്താടാ സൺഡേ ക്ലിപ്പാണോ? ഇല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. തമിഴിലോട്ട് അയ്യോ, പോവാണോ? കണ്ടതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഇല്ല, ഉണ്ടില്ല. ഉണ്ടില്ലെന്ന് നിനക്ക് ജീവിതത്തിൽ പിന്നെ ഉണ്ണാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലാടാ. നീ കണ്ടതെല്ലാം മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തോണം. ശരി. ഇങ്ങോട്ട് പോയി. തുറക്കൊന്നുമില്ല. പാസ്വേഡ് അറിയോ? ആ, നീ ഇനി പുറത്തേക്ക് ആപ്പ് പോയി. സാർ, താങ്കൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയുണ്ട്. എന്താണ് കാര്യം? സാർ, നമ്മുടെ ഹെവൻ റെസ്റ്റോറന്റ് അറിയില്ലേ? അവിടെ പണിക്ക് നിന്നിരുന്ന ഒരു തമിഴ് പയ്യൻ കൊല ചെയ്യപ്പെട്ടു. ഓ, അതിനെന്താ ഇവിടെ കാര്യം? പറയാം. ഞാൻ പ്രതി അറസ്റ്റ് ചെയ്യാമെന്നാണ്. വാട്ട്? എന്തോ നിങ്ങൾ ഈ പറയുന്നത്? താങ്കളെന്താ പൊട്ടം കളിക്കുക? അതോ താങ്കൾക്ക് ഇനി എന്നെ സംശയമുണ്ടോ? എന്തായാലും കൊള്ളാം. ആ ശ്യാമേ, ഇവര് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ക്രൈം, കൊലപാതകം. സോറി സാർ, പ്രതി താങ്കളല്ല. പിന്നെ? നിരഞ്ജൻ നാരായണദാസ്. ഓ, താൻ എന്തോ പറഞ്ഞ? അതെ, തന്റെ മകനാണെന്ന്. സാർ, ക്ഷമിക്കണം, ഞങ്ങൾ ചെയ്യുന്നത് നിയമമാണ്. പറ. മറ്റവന്മാർ രണ്ടുപേരെയും പിടിച്ചു കഴിഞ്ഞു. അവരെല്ലാം സമ്മതിക്കുകയും ചെയ്തു. സത്യം പറ. ഒന്നുകളെന്തിനാ ഞാൻ ഞാനാ ചെയ്ത്. അമ്മ 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 കണ്ണുറക്കമ്മ. അമ്മ അമ്മ കണ്ണൊക്കെ തുറക്കും. നീ ഇങ്ങ് വാ. അപ്പോഴേ ഞാൻ ഇവനെ കൊണ്ടുപോവാണ്. പേടിക്കണ്ട, ഞങ്ങൾ ഇവനെ ഉപദ്രവിക്കില്ല. വാ. സായാഹ്നരാഗം മായുന്നു, മുറിവേറ്റ മൗനം നീറുന്നു, ഇരുളാർന്നൊരീറൻ മേഘത്തിൻ മഴവില്ലുമാഞ്ഞേ പോകുന്നു. തളിരായ കാലം തീർന്നില്ല, കൊതി തീരുവോളം കണ്ടില്ല, മിഴിനീരു പോലും മായ്ക്കാതെ
നിറയുന്ന കണ്ണിൽ നോക്കാതെ അകലുന്നു കാണേ കാണേ ദൂരെ ദൂരെ നീ സായാഹ്നരാഗം മായുന്നു മുറിവേറ്റ മൗനം നീറുന്നു വളരുന്ന കാലം തൊട്ടൻ ചിരകാല മോഹം നിന്നിൽ എന്തെന്തു വർണ്ണജാലം എഴുതിയില്ല ഞാൻ വളരുന്ന കാലം തൊട്ടൻ ചിരകാല മോഹം നിന്നിൽ എന്തെന്തു വർണ്ണജാലം എഴുതിയില്ല ഞാൻ മഞ്ഞു തുള്ളിയെന്ന പോൽ തീവയിൽ കവർന്നു പോയി ഓർമ്മ മാത്രമീറനായി കരളിലഴലിൻ കടലാ സായാഹ്നരാഗം മായുന്നു മുറിവേറ്റ മൗനം നീറുന്നു കൊതി തീരുവോളം നിന്നെ പരിലാളനത്താൽ മൂടാൻ എന്നെന്നും ഓമനിക്കാൻ എരിയുന്നു ഞാൻ കൊതി തീരുവോളം നിന്നെ പരിലാളനത്താൽ മൂടാൻ എന്നെന്നും ഓമനിക്കാനെരിയുന്നു ഞാൻ എന്നു കാണുമാമുഖം എൻ്റെ കൈക്കുടന്നയിൽ കോരി നിൽക്കുമീ ജലം ഇടറി ഇടറി ഒഴിയേ സായാഹ്നരാഗം മായുന്നു മുറിവേറ്റ മൗനം നീറുന്നു ഇരുളാർന്നൊരീറൻ മേഘത്തിൻ മഴവില്ലുമാഞ്ഞേ പോകുന്നു തളിരായ കാലം തീർന്നില്ല കൊതി തീരുവോളം കണ്ടില്ല മിഴിനീരു പോലും മായ്ക്കാതെ നിറയുന്ന കണ്ണിൽ നോക്കാതെ അകലുന്നു കാണേ കാണേ ദൂരെ ദൂരെ നീ സായാഹ്നരാഗം മായുന്നു മുറിവേറ്റ മൗനം നീറുന്നു 3 വർഷങ്ങൾ ജുവനൈൽ ഹോമിലെ തടവറയ്ക്കുള്ളിൽ എൻ്റെ 3 വർഷങ്ങൾ എല്ലാവരും എന്നെ അവജ്ഞയോടെയാണ് നോക്കുന്നത് എന്നെനിക്ക് തോന്നി. ഞാനൊരാളെ കൊന്നിരിക്കുന്നു. പത്രങ്ങളിലും ടി വിയിലുമൊക്കെ എന്നെ എല്ലാവരും കണ്ടിരിക്കുന്നു. ഞാൻ എന്തിനി ജീവിക്കണം? അച്ഛാ, എന്താ മോനെ? നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാം. എന്തിന്? എനിക്കിനി ആരെ ഫേസ് ചെയ്യാൻ കഴിയില്ല. കഴിയണം. ആരും ഒന്നും ഓർത്തു വയ്ക്കാറില്ല മക്കളെ. സമൂഹമൊന്നും പുതിയ പുതിയ കാര്യങ്ങൾക്ക് പിറകെയാ. എനിക്ക് കഴിയില്ല അച്ഛാ. എന്നെ തിരിച്ചറിയാത്ത
എന്നെ ആരും കുറ്റവാളിയായിട്ട് കാണാത്ത ഒരു ദേശത്തേക്ക് നമുക്ക് പോവാം. ഇതിന് നിൽക്കാൻ കണ്ട നേരം. അച്ഛൻ ഇപ്പൊ ശരിയാക്കി തരാം. ആഹാ, ഇതായിരുന്നു. ദാസാറേ, ഓ ഇതിപ്പോ എത്രാമത്തെ തവണയാ? ഫസ്റ്റ്. തള്ളണോ? തള്ളണോന്ന് ചിലപ്പോ വേണ്ടി വരും. ഒന്നുകൂടെ നോക്കട്ടെ. ഇവനിതിപ്പോ ഇറങ്ങി. മോനെ, നീ ഇനി ഒന്ന് തിരിച്ചു പോന്ന്. ഈ സാറുണ്ടല്ലോ, പൊന്നാണ് പൊന്ന്. സാറേ, എപ്പോഴും ഇവന്റെ മേലൊരു കണ്ണ് വേണം കേട്ടാ. ആ നിരഞ്ജ, ദേ മാക്സിമം ഇവന്മാർ ഇത്രേ പറയത്തുള്ളൂ. ഇത് കേൾക്കുമ്പോ എന്റെ മോനിങ്ങനെ കണ്ണ് നിറയ്ക്കുകയല്ല വേണ്ടേ. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന അർത്ഥത്തിൽ ദാ ഇവന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ഊച്ചാളി ചിരി അങ്ങ് ചിരിക്കണം. അയ്യ. ശരിയായി കണ്ട. എനിക്ക് കഴിയില്ല അച്ഛാ, എനിക്ക് നാട്ടിൽ നിന്ന് പോകണം. എന്റെ മോൻ ഇനി ഒന്നും ഓർക്കണ്ട. ഒന്നും സംഭവിച്ചില്ല എന്ന് വിശ്വസിക്കുക. പഴയ നിരഞ്ജനായിട്ട് നിന്നെ ഞങ്ങൾക്ക് വേണം. ഇനി അമ്മ പൊയ്ക്കോളൂ, ഞാൻ ഇറങ്ങിക്കോളാം. നീ എന്തുവാണ് ചെയ്തത്? നിരഞ്ജ, ഒരു മകൻ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോ സത്യത്തിൽ പരാജയപ്പെടുന്നത് അവന്റെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരുമാ. തോൽക്കാൻ മനസ്സിലാത്തവനാ ഞാൻ. എൻ്റെ മകനും അങ്ങനെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നാളെ നമ്മളൊരു യാത്ര പോകുന്നു. എവിടേക്ക്? അതൊക്കെ ഒരു സസ്പെൻസാ. നീ ആഗ്രഹിക്കുന്നത് പോലെ ഈ നാടും വീടും നാട്ടുകാരെയൊക്കെ വിട്ട് അങ്ങ് ദൂരേക്കൊരു യാത്ര. താങ്ക് യു അച്ഛാ.
മോനെ, നിനക്കിത് പൂർത്തിയാക്കണ്ടേ? എനിക്കതിനൊന്നും ഇനി കഴിയില്ല അച്ഛാ. എനിക്കിവിടുന്ന് പോയാൽ മതി. എന്നെ തിരിച്ചറിയാത്ത ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് നമുക്ക് അവിടെ ജീവിക്കാം. നമുക്ക് പോവാം, നാളെ തന്നെ പോവാം. മനു വിശക്കുന്നുണ്ടോ? നമുക്ക് അമ്മയുണ്ടാക്കിയ ആഹാരമൊക്കെ കഴിച്ച് പോയി കിടന്നുറങ്ങാം. വാ. ആരാ? ആ, നിങ്ങളോ? വാ. ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാണ് സാർ. എന്താണ്? പറഞ്ഞോളൂ. സാറിന് വളരെയധികം അപകടം നടന്ന സമയമാണിത്. ഞങ്ങൾക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണത്? താങ്കൾ വീണ്ടും ഡയറക്ടർ പദവി ഏറ്റെടുക്കുന്നു എന്ന വാർത്ത അവർ ഞെട്ടിച്ചിട്ടുണ്ട്. ഓ, അവർ വളരെ വലിയ ബിസിനസ് ശൃംഖലയാണ്. വ്യവസായ ഭീമന്മാരായവർ താങ്കളെ അഭയപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ പേടിക്കണ്ടോ, ഒന്നും സംഭവിക്കത്തില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നിങ്ങളുടെ അത്ര ത്യാഗമൊന്നും ഞാൻ സഹിക്കുന്നില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ മുന്നറിയിപ്പിന് നന്ദി. എന്താവശ്യം വന്നാലും ഞങ്ങളെ വിളിക്കണം. ശരി, എന്നാ നിങ്ങൾ പൊയ്ക്കോ. കാടിന്റെ യഥാർത്ഥ മക്കൾക്ക് അത് ലഭിക്കുക തന്നെ വേണം. ഞാൻ ആ പദവി ഇപ്പോൾ ഏറ്റെടുത്ത തന്നെ അതിനു വേണ്ടിയിട്ടാ. ഇപ്പം ഞാനൊരു യാത്ര പോവുക. എത്രയും വേഗം തിരിച്ചു വരും. ഓക്കെ, കാണാം. ശുഭയാത്ര. ശുഭയാത്ര. താങ്ക് യു. അച്ഛാ, ഈ കാറിൽ എത്ര ദൂരം പോവും? ഇവൻ ചിരഞ്ജീവിയല്ലേടാ മോനെ. ഇടയ്ക്കൊന്നും നിൽക്കും, പക്ഷേ അത് അടുത്ത കുതിപ്പിന് വേണ്ടിയാ. ഒടുവിൽ അച്ഛൻ തന്നെ തള്ളേണ്ടി വരും. പോടാ നീ. അച്ഛാ, ആ നശിച്ച മണ്ണീന്ന് പോകുന്നപ്പോഴേ സമാധാനമായി. മണ്ണ് നശിക്കില്ല മോനെ, അതിൽ നിന്നാണ് ജീവൻ മുളയ്ക്കുന്നത്. നിരഞ്ജൻ, കാൽ ചുവട്ടിലെ ഏതൊരു മണ്ണും നമ്മെ താങ്ങി നിർത്തുക ചെയ്യുന്നത്. പക്ഷെ നാം കരുതുന്നു നമുക്ക് ജീവിക്കാൻ ആരുടെയും സഹായം വേണ്ടെന്ന്. എന്റെ പൊന്നച്ചോ, ഇത് വല്ലാത്ത തോൽവിയായി പോയേ. അച്ഛ വേണ്ട. അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇതാണോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ. ശ്യാമ സുന്ദര പുഷ്പമാണോ? എന്നോട് ഡാനിയങ്കിൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അച്ഛന്റെ അമ്മയുടെ ലവ് സ്റ്റോറി. എന്നാലേ നീ ഒരു കാര്യം ചെയ്യും, നീയും പ്രേമിച്ചു കിട്ടിക്കൂടാ. അച്ഛാ വേണ്ട. നിരഞ്ജ മക്കളെ, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ലവ് സ്റ്റോറി. ഹേയ് ഡിയർ, കം ഓൺ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഏയ് എന്താ?
വിളിച്ചോളാം. നീ ഇറങ്ങണ്ട. അച്ഛാ അയാള് വേണ്ട മോനെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് സമാധാനമായിട്ട് പോവാം. ഇവൻ പണിമുടക്കി ഇരിക്കുകയല്ലേ. മോനെ, നമുക്ക് വേറെ വണ്ടി പോവാം. വിശാലമായി പരന്നു കിടക്കുന്ന മനുഷ്യജീവിതങ്ങൾ കണ്ടും കേട്ടും ഒരു യാത്ര. ആ യാത്രയിൽ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, ഞാനെന്ന മനുഷ്യൻ കോടി ജീവജാലങ്ങളിലെ കേവലം ഒരംഗം മാത്രം. എൻ്റെ ശബ്ദം കോടി ശബ്ദ വ്യത്യാസങ്ങളിലെ ഒരു ചിലമ്പൽ മാത്രം. അവസാനം അച്ഛൻ എനിക്കായി കരുതിയ ആ ഇടമെത്തി. ஐயா வணக்கம். வணக்கம். நல்லா இருக்கீங்களா? நல்லம்மா. உங்களுக்கு? வரவா. சிறப்பு. ஐயா வணக்கம். வணக்கம். பையன் எப்படி இருந்தா? ரொம்ப பிரமாதமாயிருது. வரட்டுமா? சரி. അച്ഛാ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇത് ഏതാ സ്ഥലം? പറയാവടാ മോനെ. வணக்கம் வணக்கம். வாங்க வாங்க. சௌக்கியமா? கடவுளே, இது யாரு? இதுதானே நிரஞ்சன்? வா വാപ്പാ, നല്ല ഇരിക്കാ. നിരഞ്ജ, സൗഖ്യം താനാ? ഇത് നമ്മൾ വാങ്ങിച്ച വീടാ. സത്യം? ആമാ കുഴന്തേ. താങ്ക്സ് അച്ഛാ. ഇടം പിടിച്ചാച്ചാ. അമ്മയും കൊണ്ടുവരണം. എന്നിട്ട് നമുക്കിനി ഇവിടെ താമസിച്ചാ മതി. എന്നെ ഇവിടെ ആരും അറിയില്ല. ഞാനിവിടെ സ്വതന്ത്രനാ. മോനെ, അച്ഛനെന്ന് മടങ്ങുക. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ജോലികളിൽ മോനും കൂടെ കൂടണം. അച്ഛൻ പോയി അമ്മയും കൊണ്ട് മടങ്ങി വരാം. എന്താ പേടിയുണ്ടോ? ഏയ്, അച്ഛൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛൻ്റെ മോൻ മിടുക്കനല്ലേ. പിന്നെ ഇവിടെ മോന് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ അച്ഛനും അമ്മയും കാണുന്ന പോലെ തന്നെ കാണണം.
മനസ്സിലായോ? വാ തമ്പി. എന്നാ ശരി, ടാറ്റാ. ഇതൊക്കെ എന്തോന്ന് ബുദ്ധി? നാരായണദാസിനെ പുഷ്പം പോലെ എടുത്ത് പുറത്ത് കളയാൻ ഇതിൽ നല്ല മാർഗമുണ്ടോ? ബഹളമില്ല, ഒച്ചപ്പാടില്ല. അച്ഛനെ തകർക്കാൻ മകനെ ഇരയാക്കുക. സിമ്പിൾ ഐഡിയ. നാളെ പുലർച്ചെ തന്നെ പോലീസ് ഫോഴ്സ് ആ കോളനി തുടച്ചു വൃത്തിയാക്കും. അതെ, പക്ഷെ അതത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന മീഡിയക്കാരെ കബളിപ്പിച്ചു വേണോ അത് ചെയ്യാൻ? മീഡിയകളെ കബളിപ്പിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. കോളനി ഒഴിപ്പിച്ച വിവരം അറിഞ്ഞ് മീഡിയക്കാരെത്തുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ CD-യുമായി ഞാനൊരു വരവ് വരും. പിന്നെ 2 ആഴ്ചത്തേക്ക് എന്റെ CD നോക്കി നടന്നോളൂ. ഇത് അതിനേക്കാളും ഭയങ്കര ഐഡിയ. എന്റെ പൊന്നെ, 1-2 എണ്ണം കണ്ടതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോ ഇനിയും ഉണ്ടോ? സരോജിനി, ഈ കോളനി ഒഴിപ്പിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. ഒരൊറ്റ മണിക്കൂർ. ആ സമയം കൊണ്ട് പുറം ലോകം അറിയാതെ പുഴുക്കളെ പോലെ എടുത്ത് പുറത്ത് കളയും ഈ സെബാസ്റ്റ്യൻ. ആ വാടോ, എന്തായി? അവൻ ചത്തു തൊലഞ്ഞോ? നിങ്ങളെല്ലാം കൂടെ തകർത്തെറിഞ്ഞത് എന്റെ മകന്റെ ജീവിതമാണ്. 3 വർഷം അവൻ അനുഭവിച്ച വേദന. സാർ, അത് ശരിയാണ്. പിന്നെ ഇത് ചെറിയൊരു പ്ലേ. പക്ഷെ കൊന്നത് നിരഞ്ജൻ തന്നെയാണ്. വീണ്ടും എന്നെ മോനെ സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ തന്നെയാണ് കൊല്ലാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ആദ്യത്തെ അടിയിൽ തന്നെ ആ ചെറുക്കൻ ചത്തുപോയി. എല്ലാം പുറലോകം അറിഞ്ഞു കഴിഞ്ഞു. കമ്മീഷണർ ഇപ്പൊ ഇവിടെ എത്തും. നിന്നെ ഉണ്ടല്ലോ. അയ്യോ സാർ, മണ്ണും വെള്ളം കാക്കേണ്ട നീ രണ്ടും വിറ്റ് കാശാക്കാൻ നോക്കിയില്ലേ? ആ കാശ് കൊണ്ടുണ്ടാക്കി വെള്ളത്തിൽ തന്നെ നീ തീരണം. സാറേ, സാറ് പൊക്കോ സാറേ. പോ സാറേ. സാറിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പോ സാറേ, പോ. നാടിന്റെ വികസനത്തിന് വേണ്ടിയായിരുന്നു അല്ല സാറേ, ഈ നാടിന്റെ വികസനത്തിന് ഒരാളും എതിരല്ല.
പക്ഷേ ഈ വികസനം നമ്മുടെയൊക്കെ നെഞ്ചത്തേക്ക് വരുമ്പോഴാണ് എതിർക്കപ്പെടുന്നത്. ഞങ്ങളെല്ലാം നിർത്താം, ഒന്നും വേണ്ട, എല്ലാം നിങ്ങൾ എടുത്തോ, ഞങ്ങളെ വെറുതെ വിടണം. ഇല്ലടാ, ഇത് നിന്റെയൊക്കെ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ നെഞ്ചത്ത് ഞങ്ങൾ പാവപ്പെട്ട ജനത്തിന്റെ ആധിപത്യമാ. ഇതതിന്റെ ആദ്യത്തെ വിരലടയാളം. നീ കൂട്ടുനിന്നും കൂട്ടിക്കൊടുത്തതുമെല്ലാം പിന്നെ നിന്നെ തന്നെ കൊടുത്തും നേടിയതെല്ലാം ഈ മണ്ണിലുള്ളതാ. അതവിടേക്ക് തന്നെ ചേരണം. കേറി വാ. ദാസേ, എന്തായി? ഫിനിഷ്ഡ്. പക്ഷേ കൊന്നത് അവരല്ലെന്ന്. ദാസേ, ഓ, എനിക്കൊരു സംശയമുണ്ട്. ഒരു ദിവസം ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. ബാബുണ്ണോ, നീ ഇങ്ങനെ എപ്പോഴും വന്ന് പണം ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? അതെ, നിങ്ങൾ കൂടുതൽ ഇങ്ങനെ വാതുറക്കൊന്നും വേണ്ട. ഇതുപോലെ ഞാൻ അങ്ങോട്ട് വാതുറന്നാലുണ്ടല്ലോ, അറിയാലോ. ഇപ്പൊ ഇതേ ഉള്ളൂ. കാലം കുറെ ആയി താന് തുടങ്ങിയിട്ട്, അത് മറക്കണ്ട. പിടിക്കേ, വീണ്ടും കാണണം കേട്ടോ. അതെ, അവനിപ്പോ ഇവിടെ ഉണ്ടാവൂടാ. വിമലേ, നമുക്കവനെ പൊക്കാം. കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്ന് അതിനുള്ള നിന്റെ ഒരു കാര്യം, ചേട്ടൻ്റെ ഒരു കാര്യം. അന്ന് നിന്റെ നുണക്കുഴി നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. പൊക്കടി അറിയില്ല, കണ്ടെഴുതാൻ അറിയില്ല, ഏറ്റവും പെട്ടെന്ന് തിരിയാത്ത കാല് തിരുമ ഇന്നിനി ആളെ കയറ്റൂല നീ പറയൂ ഡാർലിംഗ്. പോ ചേട്ടാ, ഞാൻ അത്ര കാര്യമൊന്നും അല്ല. അയ്യോ, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ ആരാണെന്ന്. അയ്യോ, ഇന്ന് വർക്കുണ്ടല്ലോ, നാളെ വരൂ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു വർക്കുണ്ട്. അങ്ങോട്ട് മാറണേ. നീ കേട്ടിട്ടല്ലേ ഉള്ളൂ. അയ്യോ, പറയാം. ഒന്നുകളെയും ഞാൻ കിടക്കാങ്ങോട്ട് നിറയെ പൈസ, ഞാൻ എന്റെ മാമനോട് പറയും, ഞാൻ എന്റെ അപ്പനോടും പറയും, ഞാൻ എന്റെ അമ്മയോട് പറയും. മര്യാദക്ക് പറയുന്ന അമ്മ, 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 അമ്മ. തിരുടൻ, തിരുടൻ, തിരുടൻ. കാശ്, ഇടാൻ കാശ്, പണത്താ. കാശ് വിടുങ്ക, വിടുങ്ക, പണം വിടുങ്ക, വിടുങ്ക.
എന്താടാ ഇത് സകലത് കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നത്. എടാ ഇവനിത് എല്ലാവരോടും തുറന്നു പറയും. എന്റെ കുടുംബം തൊലയും. ഒരീച്ച പോലും അറിയരുത്. മുതലാളി എന്താ ഈ പറയുന്നത്? ഇവൻ ജീവിച്ചിരുന്ന എല്ലാം കുഴയും. നിനക്ക് കഴിയുമോ? എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ദേ, മോഷണ ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടെന്ന് പറയാം. എനിക്കെങ്കിൽ പറ്റില്ല. എന്നെ വെറുതെ വിട്ടേക്ക് മുതലാളി. ഞാൻ ചെന്ന് ആ വടിവലിനെ വിളിച്ചിട്ട് വരാം. എന്നാ മുതലാളിക്ക് എന്നാ പറ്റി? വടവേലു, നിനക്ക് എത്ര പണം വേണമെങ്കിലും തരും. നിനക്കൊരാപത്തും വരില്ല. എന്നെ രക്ഷിക്കണം. മുതലാളി എനിക്ക് എത്ര തരും? നീ ചോദിക്കുന്ന അത്രയും. ഒരു 25. അത് ഞാൻ ഏറ്റു, ഉറപ്പിച്ചു. എങ്കിൽ മുതലാളി പോ, ധൈര്യമായിട്ട് പോ. പോ. ബിലു, ஐயோ உனக்கு என்ன பச்சடா? பிலு, மாமா, மாமா, என்ன மன்னிச்சிடுங்க மாமா. பிலு, நமக்கு ஊருக்கு போவோம் மாமா. ஏந்தடா. എനിക്ക് അമ്മാവെ பார்க்கணும். അപ്പാവെ பார்க்கணும். നമുക്ക് ஊருக்கு போவோம் மாமா. உனக்கு ஒன்றும் இல்லடா. மாமா வந்தாச்சு. மாமா இருக்கடா. உங்க கூட மாமா இருக்கு. உனக்கு ஒன்றும் மறக்கூடாது. உனக்கு ஒன்றும் மறக்கூடாது. மாமா இல்லடா. மாமா நாளை மாமா ஊரில் கொண்டு வலிக்குது மாமா. இது கட்ட நாய். முதலாளி என்ன சொல்லக்கூடாது. நாளை ஊரில் மாமா கொண்டு தைரியமா இருக்கு. தைரியமா இருக்கு. பாவகை குழந்தை. இல்லடா ஒன்றும் இல்லை. ஊருக்கு போ. ஊருக்கு வா. தைரியமா இருக்கு. ஐயோ பாவம் குழந்தை.
അച്ഛാ താക്കോലിങ്ങിതാ, ഞാൻ തുറക്കാം. നിരഞ്ജ, ഈ വീട് നമുക്കുള്ളതല്ല, അവർക്കുള്ളതാ. ഇതേ ദീലുവിന്റെ അച്ഛനും അമ്മയാ. സത്യം, ഈ നിൽക്കുന്നതെല്ലാം അവന്റെ കൂട്ടുകാരും അയൽക്കാരുമാ. ഒരു വീടെന്നത് ദീലുവിന്റെ സ്വപ്നമായിരുന്നു. ഈ വീടിന്റെ അവസാന പണികൾ ഞാൻ നിനക്കായിട്ട് മാറ്റിവെച്ചതാ, നിന്റെ കൈയുണ്ടത് പൂർത്തിയാക്കാൻ. മോനെ, നീയാണെന്നറിഞ്ഞിട്ടും ഇവരെല്ലാം നിന്നെ സ്നേഹിച്ചു. അവർക്ക് നഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ സ്ഥാനത്താ അവര് നിന്നെ കണ്ടത്. ഇവർക്ക് നിരഞ്ജനായിരുന്നില്ല നീ, ദീലു തന്നെയായിരുന്നു. ஐயா, தம்பி, நீதான் கதையை துறக்கணும். வணக்கம். கொஞ்சம் லேட் ஆகி போயாச்சு. எல்லாருக்கும் சௌக்கியமா? நன்றி கெட்ட நாயே, மன்னிச்சிடுங்க. திருட்டு சாமை, என்னும் செய்யாத மச்சா, என்னும் செய்யாத. ஐயோ ஐயோ மச்சா, மச்சா மன்னிச்சிடு, என்னும் செய்யாத மச்சா, மன்னிச்சிடு மச்சா. ஐயோ என்னும் செய்யாத மச்சா. ഒരു പക്ഷേ ഇങ്ങനെ ഒരു അച്ഛൻ്റെ വാത്സല്യം ഇല്ലായിരുന്നെങ്കിൽ ഞാനോ എൻ്റെ പദവിയോ എനിക്ക് കിട്ടിയ ഈ അവാർഡുകളും ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. വൃദ്ധസദനങ്ങൾ പെരുകുന്ന ഈ കാലത്ത് ഞാനിപ്പോഴും ആ അച്ഛൻ്റെ കാൽച്ചുവട്ടിൽ ഒരു മകൻ മാത്രമായി ജീവിക്കാൻ കൊതിക്കുന്നു. ഈ ആൾക്കൂട്ടത്തിൽ എന്നെയും നോക്കി എൻ്റെ വാക്കുകൾക്ക് കാതോർത്ത് അദ്ദേഹം മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്.
പ്രണയനിലാവായി പതയും ഞാൻ പനിമതിമുഖി നീ അണയുമ്പോൾ അടി മുതൽ മുടി വരെ കുളിരും ഞാൻ